ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ സ്കോഡ ഫൈനലി അവരുടെ പുതിയ കുഷാക്ക് ഫേസ് ലിഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് വണ്ടി ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനതിൻ്റെ വീഡിയോ ടീസർ വെച്ച് ചെയ്യണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വണ്ടി തന്നെ അൺവെയിൽ ചെയ്ത്. ഏതായാലും ഇപ്പോൾ ജസ്റ്റ് അൺവെയിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വന്നിട്ടില്ല. ഡെലിവറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് നമ്മുടെ 2026 മാർച്ച് മുതലായിരിക്കും. സോ പ്രൈസ് ഏകദേശം ഒരു ഫെബ്രുവരി പകുതി അല്ലെങ്കിൽ അത് കഴിയുമ്പോഴേക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു വണ്ടി കാണിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ കാണിച്ചിരിക്കുന്നതിൽ അത്യാവശ്യം നല്ല ചേഞ്ചസ് പറയാനുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു മൈനർ ഫേസ് ലിഫ്റ്റ്, സ്കോഡയുടെയും ഫോക്സ്വാഗൻ്റെ ഒക്കെ പണ്ടത്തെ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം അവിടെ ഇവിടെയൊക്കെ വരുത്തുക, കളർ മാറ്റുക, അതൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ എന്തായാലും ഇതിൽ അങ്ങനെ നല്ല പ്രോപ്പറായിട്ട് ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഹെഡ് ലാമ്പ്സിൻ്റെ ഡിസൈൻ സെയിം ആണ്, പക്ഷേ അതിൻ്റെ അകത്തുള്ള ഇൻസേർട്സ് എല്ലാം മാറി. നമുക്ക് DRLസിൻ്റെ പാറ്റേൺ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ കണക്റ്റഡ് DRLs പോലത്തെ ഒരു എലമെൻറ്റ് കൊടുത്തു. എനിക്ക് ഗ്രില്ലിൽ അവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന പോലത്തെ ലൈറ്റിംഗ് എലമെൻറ്റ് കൊടുത്താൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് LED ഫോഗ് ലാമ്പ്സ് കിട്ടുന്നുണ്ട്. സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അകത്ത് ഇപ്പോൾ LED ആയിട്ടുണ്ട്. സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ നമ്മുടെ ബമ്പറിന് താഴത്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ഗ്ലോസി ബ്ലാക്ക് ഇൻസേർട്സ് ഒക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ഫ്രണ്ടിൽ നിന്ന് കാണാൻ. ഒരു ഇത്തിരി കൂടെ പ്രീമിയം ലുക്കും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ മോണ്ടെ കാർലോ മോഡലാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ കാണുന്ന ഗ്രില്ലിലെ റെഡ് ആക്സൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. നോർമൽ വണ്ടിയിൽ അത് ഉണ്ടാവില്ല. ഗ്രില്ലും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികൾ കാണുന്ന പോലെ ഗ്ലോസി ബ്ലാക്ക് സൈഡ് ക്ലാഡിങ് അങ്ങനെയൊന്നും. ഇനി നിങ്ങൾ അതിൻ്റെ മോണ്ടെ കാർലോ എടുത്തില്ലെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് സിൽവർ സ്ക്രിപ്പ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ മറ്റേ മോണ്ടെ കാർലോയിൽ മൊത്തം ഗ്ലോസി ബ്ലാക്ക് ഒക്കെ ആയിരുന്നല്ലോ. സോ ബമ്പറിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട് അവിടെ. ഇനി നിങ്ങൾ മിററിൻ്റെ താഴെ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമായിരിക്കും എന്തെങ്കിലും മറ്റേ ഉണ്ട കാണുന്നുണ്ടോ 360° ക്യാമറയുടെ. സാഡ്ലി ഈ വണ്ടിയിൽ ഒരു 360° ക്യാമറ ഇപ്പോഴും ആഡ് ചെയ്തിട്ടില്ല. ഡീലർ ലെവൽ ഫിറ്റ്മെൻ്റ് ആയിട്ട് സ്കോഡയും ഫോക്സ്വാഗൻ രണ്ടുപേരും കൊടുത്തുകൊണ്ടിരുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ റോട്ടിൽ കാണുന്നുണ്ടായിരിക്കും 360° ക്യാമറയുള്ള വണ്ടികൾ. അത് ശരിക്കും ഒരു ഡീലറായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. അത് മിക്കവാറും കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അത് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ റെസൊല്യൂഷൻ അതുപോലെ ഓവറോൾ UI അതൊക്കെ ബെറ്റർ ആക്കാമായിരുന്നു. അതുമാത്രമാണ് എനിക്ക് ഈ വണ്ടിയുടെ ഒരു മേജർ ഡൗൺ സൈഡ് ആയിട്ട് തോന്നിയത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. പിന്നെ അലോയ് വീൽസിൻ്റെ ഡിസൈനൊക്കെ അവർ ഡെഫിനറ്റ്ലി മാറ്റിയിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് ആകുമ്പോൾ ഉറപ്പായിട്ട് മാറ്റുമല്ലോ. 17 ഇഞ്ച് തന്നെയാണ്. സൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 205/55 R17 ആണ് ടയർ സൈസ് വന്നിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ 18 ഇഞ്ച്, സിയറിൽ 19 ഇഞ്ച് വരെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ഇത്തിരി കൂടുതലാണ്. നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിന് 19 ഇഞ്ച് ടയർസിന് വില കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ റൈറ്റ് ക്വാളിറ്റി എല്ലാം കുറച്ച് കോംപ്രമൈസ് ആവും. സിയറുടെ റേറ്റ് മോശമാണെന്നല്ല, സ്റ്റിൽ 19 ഇഞ്ച് കൊടുക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ. പക്ഷേ ഏതായാലും സ്കോഡ 17 ഇഞ്ചിൽ തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ടെയിൽ ലാമ്പ്സ് നേരത്തെ തന്നെ കാണുമ്പോൾ വണ്ടി ബാക്കിൽ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫീൽ വന്ന് തുടങ്ങിയായിരുന്നു കുറച്ച് കാലം മുന്നേ. ഏതായാലും ഇപ്പോൾ അത് മാറി ഫുൾ LED ടെയിൽ ലാമ്പ്സ് ആയിട്ടുണ്ട്. ആൻഡ് സ്കോഡയുടെ ബാഡ്ജിങ് അവർ ഇത് സ്കോഡ ലൈറ്റിംഗ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ജസ്റ്റ് ബാഡ്ജിങ് അവർ എഴുതി ഒട്ടിക്കായിരുന്നു. ഇപ്പോൾ അതില്ല. ഇനി വരെ നമ്മുടെ റെഡ് ടെയിൽ ലാമ്പ്സിൻ്റെ ലൈറ്റ് തന്നെയാണ് കത്തുന്നത്. അത് ചിലവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് പേഴ്സണലി ഫ്രണ്ടിൽ ആ ഗ്രില്ലുള്ള ലൈറ്റ് വന്നും ബാക്കിലത്തെ സംഭവം അത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നില്ല. പക്ഷെ എന്നാലും ടെയിൽ ലൈറ്റ്സ് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ LED ആയിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലാമ്പ്സ് LED ആയി. ബ്രേക്ക് ലൈറ്റ് സാധനങ്ങളെല്ലാം നമുക്കിപ്പോൾ ഫുള്ളി LED ലൈറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ ഒക്കെ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സും സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇൻഫാക്ട് നമുക്ക് ഇതിൻ്റെ 1.5 മോഡൽസിൽ റിയർ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ അതില്ലായിരുന്നു. 1 ലിറ്റർ മോഡൽസിൽ ഫ്രണ്ട് ഡിസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ബൂട്ട് സ്പേസ് എടുക്കുകയാണെങ്കിൽ ടെക്നിക്കലി വണ്ടിയുടെ ഡയമെൻഷൻസിൽ അധികം വ്യത്യാസമൊന്നുമില്ല. ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം ഫേസ് ലിഫ്റ്റ് ആയതുണ്ട്. പക്ഷേ ബൂട്ട് സ്പേസ് ഒരു 490 ലിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. സംഭവമൊന്നുമില്ല. റൂഫ് വരെയുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 490 പറയുന്നത്. ശരിക്കും 400ൻ്റെ അടുത്ത് എവിടെയൊക്കെയാണ് ഒരു വണ്ടി ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ വലിയ വ്യത്യാസമില്ല. അവർ പറയുന്ന നമ്പേഴ്സ് കൂടുതലാണെന്ന് മാത്രം. ഇനി അടുത്തൊരു വലിയ ചേഞ്ച് വന്നിരിക്കുന്നത് ഇലക്ട്രിക് പാനറോമിക് സൺറൂഫ് ആണ്. ഈ വണ്ടിയിൽ സിംഗിൾ പെയിൻ സൺറൂഫ് കുറച്ച് കാലമായിട്ടുണ്ട്. പക്ഷേ പാനറോമിക് സൺറൂഫ് നമുക്കിപ്പോൾ ടോപ്പ് ആൻഡ് 2 വേരിയൻസിൽ അവൈലബിൾ ആയിരിക്കും. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. സിംഗിൾ പെയിൻ സൺറൂഫ് ഇപ്പോഴും കിട്ടും. അതും രസം എന്താണെന്ന് വെച്ചാൽ ബേസ് വേരിയൻറ്റ് മുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഇപ്രാവശ്യം സ്കോഡ സൺറൂഫ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഒരു കുറച്ചധികം നന്നായിട്ട് പഠിച്ചെന്ന് തോന്നുന്നു. എല്ലാവർക്കും സൺറൂഫാണ്. അതുകൊണ്ട് ബേസ് മോഡൽ മുതൽ നമുക്ക് സിംഗിൾ പെയിൻ സൺറൂഫാണ്. സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആൾക്കാർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അകത്തേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ അധികം ചേഞ്ചസ് ആക്ച്വലി കാണാൻ പറ്റില്ല. വളരെ മിനിമലായിട്ടുള്ള ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഡാഷ്ബോർഡ് ലേഔട്ടിൽ അധികം വ്യത്യാസമൊന്നുമില്ല. ഹോപ്പ്ഫുള്ളി അവരിതിൻ്റെ അകത്ത് റാറ്റിൽ ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. അത് കുഷാക്ക് കൈലാക്ക് ഇറക്കിയപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അധികം റാറ്റിൽ ചെയ്യുന്ന പാർട്സ് ഒന്നുമില്ല. ഡാഷ്ബോർഡിൽ നിന്ന് അവരതെല്ലാം റിമൂവ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ളതാണ് വണ്ടി ഇറക്കിയത്. പക്ഷേ കുഷാക്ക് ആദ്യം ഇറക്കിയ സമയത്ത് നല്ല റാറ്റിലിംഗ് ഉണ്ടായിരുന്നു. അത് ഇനി സ്ലാബ് ഇറക്കിയപ്പോൾ അതിനും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സെൻറ്ററിലുള്ള ഒരു പാനൽ ലെഫ്റ്റ് സൈഡിൽ. അതൊക്കെ സോൾവ് ചെയ്തിട്ട് ഈ വണ്ടി വന്നിട്ടുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഓട്ടോ ഡിമ്മിങ്
എയർ റിംസ് ഇതിനകത്തുണ്ട്. രസമല്ല, ബേസ് മോഡൽ നമുക്ക് ഓട്ടോ ഡിമ്മിങ് എയർ റിംസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓട്ടോ വെച്ച് ടച്ച് ബേസ്ഡ് ആണ്, സിംഗിൾ സോൺ ആണ്, ബട്ട് സ്റ്റിൽ അതും നമുക്ക് ഇപ്രാവശ്യം ബേസ് മോഡൽ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ സ്കോഡ കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ പുതിയ ഫീച്ചേഴ്സ് വരുന്നതിലുപരി അവർ ബേസിക് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കാനാണ് ഇപ്രാവശ്യം ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും പുതിയ സംഭവം ഒന്നും വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ക്ലസ്റ്റർ പുതിയതാണ്. പുതിയ 10.25 ഇഞ്ചസിൻ്റെ ഗ്ലോബലി വണ്ടിയുള്ളവർ കൊടുക്കുന്ന ഒരു ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. ആൻഡ് സൈഡിലെല്ലാവരും എന്താണ് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാത്തേ അവിടെ വെറുതെ എന്തിനാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് ഫൈനലി മാറി. നമുക്കിപ്പോൾ ഫുൾ യൂട്ടിലൈസേഷൻ വന്നിട്ടുണ്ട് ആ സ്പേസിൻ്റെ. ആൻഡ് ഇതിൻ്റെ UI ആണെങ്കിലും വളരെ നല്ലതാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റേ ടാക്കോമീറ്റർ സാധനങ്ങൾ, മോഡ്സ് എല്ലാം, സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ എല്ലാം സൈഡ് ബൈ സൈഡ് വരുന്നില്ല. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. മിക്കവാറും ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സൊക്കെ ആൾക്കാരിനെ ഇവിടെ അൺലോക്ക് ചെയ്ത് തുടങ്ങുമായിരിക്കും ഗ്ലോബലി വരുന്നത്. ബാക്കി കാര്യങ്ങളിലൊന്നും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമുക്ക് 10.1 ഇഞ്ചസിൻ്റെ ഇൻപുട്ടിംഗ് സിസ്റ്റം തന്നെയാണ് കിട്ടുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഇതിനകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. നോർമൽ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മോണ്ടെ കാർലോയുടെ ഇൻറ്റീരിയറിൽ കുറച്ച് സട്ടിലായിട്ടുള്ള റെഡ് ആക്സൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ മോണ്ടെ കാർലോ കാണാൻ രസമുണ്ട്. അവരിടയ്ക്ക് വെച്ച് ആദ്യം ഇറക്കിയ മോണ്ടെ കാർലോ എന്ന് പറഞ്ഞാൽ അകത്ത് ഭയങ്കര ഫ്ലാഷി റെഡ്, നമ്മൾ അകത്തേക്ക് കയറിയിരുന്ന മുഖത്തേക്ക് അടിക്കുന്ന പോലത്തെ റെഡായിരുന്നു. ഇതങ്ങനെയല്ല, നല്ല നീറ്റായിട്ട് അവർ റെഡ് കളർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് മോണ്ടെ കാർലോയുടെ അപ്ഡേറ്റ്. നോർമൽ വണ്ടിയാണെങ്കിൽ നമുക്കിതെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ വൈറ്റ്, ബേജ്, ബ്ലാക്ക് അങ്ങനത്തെ ഫിനിഷിലൊക്കെ തന്നെയാണ് കിട്ടുന്നത് നോർമലി നിങ്ങൾ കണ്ടത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം രസമുണ്ട്. പിന്നെ സോഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നും ഇപ്പോഴും ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടില്ല. അത് അഗെയിൻ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. റെഡ് പാനലൊക്കെ സോഫ്റ്റ് ടച്ച് ആക്കിയിരുന്നെങ്കിൽ വണ്ടിയുടെ അകത്ത് നമ്മൾ കയറിയിരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിരുന്നു. പ്ലാസ്റ്റിക്സിൻ്റെ ക്വാളിറ്റി ഒക്കെ ഡീസൻ്റ് ആണ്. ഏതായാലും ഇനി നമ്മുടെ ഫ്രണ്ട് സീറ്റ്സിലേക്ക് വരുമ്പോഴേക്കും 6x ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. 2 സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവർ സീറ്റ് മാത്രമല്ല, മിക്ക വണ്ടിയിലും ഡ്രൈവർ സീറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ലെഫ്റ്റ് സൈഡ് അഡ്ജസ്റ്റ് ചെയ്യും, അതും 6 രീതിയിൽ ഹൈറ്റും കൂട്ടാം. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രണ്ട് സീറ്റ് വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. അതും പണ്ട് മുതൽ ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ്. ബാക്ക് സീറ്റിൽ ഒരു വെന്റിലേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി അതല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിക്കോട്ടെ, വയർലെസ് ഫോൺ ചാർജർ ആയിക്കോട്ടെ, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സെയിം സാധനമാണ്, അത് തന്നെ നല്ലതായിരുന്നു. റിയർ സീറ്റിൽ അത്യാവശ്യം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ആക്ച്വലി ഒരു വ്യത്യാസമുള്ളൂ, പക്ഷേ അതൊരു ഗെയിം ചേഞ്ചിങ് വ്യത്യാസമാണെന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ ഈ സെഗ്മെൻറ്റിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കണമല്ലോ. ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നതെല്ലാം മിക്ക വണ്ടികളിലും ഉള്ളതാണ്. നമ്മളിപ്പോൾ സിയറയോ പുതിയ സെൽട്ടോസോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്തില്ല. മിക്ക അതൊക്കെ കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കിൽ മസാജ് ഫംഗ്ഷൻ അവൈലബിൾ ആണ് സീറ്റ്സിൽ. എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലും കൂടെ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ബാക്കിൽ കൊടുക്കുന്നതിനും കുറച്ചും കൂടെ നല്ല ഫ്രണ്ടിൽ കൊടുക്കുന്നതായിരുന്നു. കാരണം ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കിൽ ഇരിക്കുമെങ്കിൽ തന്നെ ബാക്കിൽ വെന്റിലേഷൻ ഇല്ല. അവർ വെന്റിലേഷനും മസാജും കൂടെ ഒരുമിച്ച് കൊടുത്തിരുന്നെങ്കിൽ നല്ലൊരു ബാലൻസ് ആയേനെ. ഈ മസാജ് സീറ്റ്സിൻ്റെ കൺട്രോൾസ് വരുന്നത് ഇവിടെ താഴത്തായിട്ടാണ്. ആൻഡ് മസാജ് ആക്ച്വലി വർക്ക് ചെയ്യും, അത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ അത് കുഴപ്പമില്ല. പിന്നെ ബാക്കിൽ 2 ടൈപ്പ് സി ചാർജിങ് പോർട്സും വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് പോർട്സ് തന്നെയാണ്. റിയർ AC വെൻസിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. ഫ്രണ്ട് ആംറസ്റ്റ്, ബാക്ക് ആംറസ്റ്റ്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ, ബാക്കിൽ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ്, ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സംഭവം തന്നെയാണ്. സ്പേസിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, നേരത്തെ ഉള്ള പോലൊക്കെ തന്നെയാണ്. ഏതായാലും ബാക്കിൽ മസാജ് സീറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ് ഫീച്ചർ തന്നെയാണ്. ഇനി നമുക്കതിൻ്റെ പവർ ട്രിം ഓപ്ഷൻസിലേക്ക് പോകാം. അവിടെ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് നോക്കാം. കാരണം അവിടെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ അധികം വ്യത്യാസം വന്നിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ അവർ എടുത്ത് കളയുകയും കുറച്ച് പുതിയതായിട്ട് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനീഷ്യലി വരില്ല എന്ന് വിചാരിച്ചിരുന്നൊരു സംഭവം അവർ ലോഞ്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് മനസ്സിലായി കാണുമായിരിക്കും, പുതിയ 1 ലിറ്റർ TSIയിൽ വരുന്ന 8 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ്. നമ്മുടെ ഏസിൻ്റെ തന്നെ പുതിയ ഗിയർ ബോക്സ് ആണ്. നേരത്തെ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇപ്രാവശ്യം അത് 8 സ്പീഡ് ആക്കിയിട്ടുണ്ട്. സോ കുറച്ചും കൂടെ ഹൈവേയിലൊക്കെ ക്രൂസിംഗ് സ്പീഡിൽ RPM കുറഞ്ഞു നിൽക്കും. അതുകൊണ്ട് നമുക്ക് മൈലേജും ബെറ്റർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഈ ഗിയർ ബോക്സ് കൺഫ്യൂസ്ഡ് ആവുമോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇനി സാധാരണ ചെറിയ എഞ്ചിനിൽ ഒരുപാട് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഏത് ഗിയറിൽ എങ്ങനെ എപ്പോഴാണ് വേണ്ടെന്ന് ഗിയർ ബോക്സിന് മൊത്തം കൺഫ്യൂഷൻ ആവും. അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിൽ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ബാക്കി സെയിം ആണ്. 1 ലിറ്റർ എഞ്ചിനാണെങ്കിലും നമുക്ക് സെയിം 115 PS പവർ, 178 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് 6 സ്പീഡ് മാനുവലിൽ തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത്. ഈ 1.5 TSI ആണെങ്കിൽ അതിലും വ്യത്യാസമൊന്നുമില്ല. 150 bhp 250 Nm ടോർക്ക് ഓൾറെഡി അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഹ്യുണ്ടായുടെ 1.5 TGDക്ക് ഒരു ഇത്തിരി കൂടെ പവർ കൂടുതലുണ്ട്. ഔട്ട്റൈറ്റ് ആക്സലറേഷൻ എടുക്കുമ്പോൾ ഒരു ഇത്തിരി കൂടെ ഫാസ്റ്ററാണ് എന്ന് നമുക്ക് പറയാം. അത് ശരിക്കും ഓടിക്കുന്ന സമയത്ത് അധികം ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. ബട്ട് എനിവേ ഇതിനകത്ത് പണ്ട് അവർ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കൊടുക്കുമായിരുന്നു 1.5-ൽ. ഇപ്പോൾ എന്തായാലും അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് DCT മാത്രമേ കിട്ടുന്നു, DSG മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു RS മോഡലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എഡിഷനൊക്കെ കൊണ്ടുവന്ന് മാനുവൽ തിരിച്ചു കൊണ്ടുവരുമെന്ന് അറിയില്ല. പക്ഷേ അധികം ആൾക്കാർ എടുക്കാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും ഡെഫിനറ്റ്ലി ഒരു മാനുവൽ നിർത്തിയത്. അത് അവരെ കുറ്റം പറയാനും പറ്റില്ല. മിക്കവാറൊക്കെ ഇത്രയും സ്പെൻഡ് ചെയ്യുമ്പോൾ ആൾക്കാർ എന്തിനാണ് വെറുതെ മാനുവൽ എടുക്കുന്നത്, DSG എടുക്കാമെന്ന് തന്നെ വിചാരിക്കുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റിൽ ഇപ്പോൾ പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? പ്രൈസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ബേസിക് വേരിയന്റിൽ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം 12 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ആയിട്ട് ഇടുകയാണെങ്കിലും അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സെൽട്ടോസ്
10.99 lakhs ആണ്. സിയറ 11.49 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻട്രോഡക്ടറി പ്രൈസ് ആയിട്ട്. സോ ഇതും ഏകദേശം ആ ഒരു ബോൾ മാർക്കിൻ്റെ ഒരു ഇത്തിരി മുകളിൽ വരാണെങ്കിലും വലിയ കുഴപ്പമില്ല, കാരണം ബാക്കി രണ്ട് വണ്ടികൾ ഓഫർ ചെയ്യാത്ത സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.